അത്രമേലേറെ പ്രിയപ്പെട്ട വടക്കൻ്റെ നല്ല തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജു. തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളാണ് പെരുങ്കളിയാട്ടക്കാവുകൾ. കളിയാട്ടം എന്നതും പെരുങ്കളിയാട്ടം എന്നതും രണ്ട് തലങ്ങളാണെന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. വർഷത്തിൽ തെയ്യം കെട്ടിയാടുന്ന ആ ആഘോഷങ്ങളെ കളിയാട്ടമെന്നും 10ഉം 20ഉം വർഷങ്ങൾക്ക് ശേഷം തെയ്യം കെട്ടിയാടുന്ന ആ ചടങ്ങിനെ പെരുങ്കളിയാട്ടമെന്നും പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ പിലാത്തറയ്ക്കടുത്ത് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നുന്നു കഴിഞ്ഞ പെരുങ്കളിയാട്ടം ഇവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും പെരുങ്കളിയാട്ട പൊലിമകൾ ഉണർത്തിക്കൊണ്ട് കോക്കാടിൻ്റെ നാടും ദേശവും ഒരുങ്ങിക്കഴിഞ്ഞു. പെരുങ്കളിയാട്ടത്തിൻ്റെ അവസാന ദിവസം അരങ്ങിലെത്തിയ കൊടിയിലത്തോറ്റാണ് നമ്മളിതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ അനവധി തോറ്റങ്ങൾക്ക് ശേഷം ഏറ്റവും അവസാനം അരങ്ങിലെത്തുന്നതാണ് കൊടിയിലത്തോറ്റം. ശ്രീകോവിലിനുള്ളിലെ ആ ദേവസാന്നിധ്യത്തെ ഒരു കൊടിയിലേലും അതിലെ ദീപനാളത്തിലും കൂടി കോലധാരി തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നതാണ് കൊടിയിലത്തോറ്റമെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കൊടിയിലത്തോറ്റം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ തോറ്റങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തമ്പുരാട്ടിയുടെ തിരുമുടി കൈലാസക്കല്ലിന് മുമ്പിൽ നിവർന്നു. തെയ്യപ്രപഞ്ചം എടുത്തു നോക്കിയാൽ അത്രമേലേറെ സൗന്ദര്യമുള്ള ദേവതയാണ് മുച്ചിലോട്ടമ്മ. വാണിയ സമുദായത്തിൻ്റെ കുലദേവതയാണ് മുച്ചിലോട്ടമ്മ എന്ന് പറഞ്ഞിരുന്നു. എന്നാലും വടക്കൻ്റെ ജനങ്ങൾ അത്രമേലേറെ ഭക്തിയോടെ മനസ്സിൽ ആരാധിച്ചു വരുന്ന ഒരു ദൈവമാണ് മുച്ചിലോട്ട് ഭഗവതി. എത്ര കണ്ടാലും മടുക്കാത്ത ആ ഒരു പുറപ്പാടും നടനങ്ങളും എല്ലാം മുച്ചിലോട്ട് ഭഗവതിക്ക് മാത്രം സ്വന്തമാണ്. നമ്മുടെ വടക്കൻ കേരളത്തിൽ ഏകദേശം 108ഓളം മുച്ചിലോട്ട് കാവുകളുണ്ടെങ്കിലും പെരുങ്കളിയാട്ടം നടത്തുന്നത് പൊതുവെ പഴയങ്ങാടിക്ക് വടക്ക് ഭാഗത്തേക്കാണ്. ബാക്കി മുച്ചിലോട്ട് കാവുകളിലെല്ലാം തന്നെ എല്ലാ വർഷവും കളിയാട്ടം നടത്തും. അങ്ങനെ ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാക്ഷാൽ ഭുവനി മാതാവ് മുച്ചിലോട്ടമ്മയുടെ തിരുമുടി ഉയർന്ന കാഴ്ചയാണ് നമ്മളിതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കോക്കാട് മുച്ചിലോട്ടിൻ്റേതായിട്ടുള്ള കഥകൾ എടുത്തു നോക്കിയാൽ നമ്മൾ എത്തിച്ചേരുക ഒരു കഥയിലേക്കായിരിക്കും. ഒരു പഴങ്കഥ, കോക്കാട് മുച്ചിലോട്ടിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കഥ. 17 നാട്ടിൽ 18 സ്ഥാനങ്ങളെന്നും അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കോക്കാടും കുഞ്ഞിമംഗലം എന്നും പറഞ്ഞു വരുന്നു. മറ്റ് മുച്ചിലോട്ട് കാവുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോക്കാട് മുച്ചിലോട്ട് തെയ്യങ്ങളെ കൂടാതെ അച്ചിയമ്മയ്ക്കും പ്രഥമ സ്ഥാനം നൽകി കൽപ്പിച്ച് ആരാധിച്ചു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കഥയിലും ഏറെ പരാമർശിക്കുന്നത് ഈ അച്ചിയമ്മയെ തന്നെയാണ്. കോക്കാട് മുച്ചിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെയുള്ളൊരു കാരണവർ വളപട്ടണത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഒരിക്കൽ വളപട്ടണം മുച്ചിലോട്ടേക്ക് കളിയാട്ടം കാണാനായിട്ട് 2 പേരും പോവുകയും ചെയ്തു. പക്ഷേ തമ്പുരാട്ടിയുടെ പന്തൽ മാംഗല്യം കൂടാനായിട്ട് പോയ ആ യുവതിക്ക് അവരുടെ തറവാട്ടിൽ നിന്നും ഏറെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി. അവരുടെ സഹോദരിമാർ ഇവരെക്കാളും ഏറെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതിനാൽ അവരുടെ കുത്തുവാക്കുകളും കളിയാക്കലുകളും ഇവരെ ഏറെ സങ്കടത്തിലാഴ്ത്തി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തമ്പുരാട്ടിയുടെ പന്തൽ മംഗല്യം കാണാതെ അവർ തറവാട്ടിൽ നിന്നും തിരിച്ചിറങ്ങാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ വരുമ്പോൾ അവരുടെ അമ്മ ഇത് കണ്ട് സങ്കടപ്പെട്ട് തൻ്റെ ചെല്ലപ്പെട്ടി സ്ത്രീയെ ഏൽപ്പിച്ച് തിരിച്ച് പറഞ്ഞേക്കുകയും ചെയ്തു. അങ്ങനെ ആ ചെല്ലപ്പെട്ടിയും എടുത്തിട്ട് സങ്കടത്തോടെ തറവാട്ടിൽ നിന്നിറങ്ങിയ ആ സ്ത്രീ വളപട്ടണം മുച്ചിലോട്ടെത്തി പുറത്തു നിന്ന് തമ്പുരാട്ടിയെ കണ്ട് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നു. യുവതിയുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ സാക്ഷാൽ ഭുവനി മാതാവ് മുച്ചിലോട്ടമ്മ ആ യുവതിയുടെ കൂടെ ആ ചെല്ലപ്പെട്ടിയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച് കൂടെ വന്നു. അങ്ങനെ ആ അമ്മയുടെ കൂടെ സാന്നിധ്യം അറിയിച്ച മുച്ചിലോട്ടമ്മയ്ക്ക് പീഠവും പൂജയും കെട്ടിക്കോലവും നൽകി ചെറുമനുഷ്യർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ മുച്ചിലോട്ടമ്മയെ ആരാധിക്കാൻ വേണ്ടി അവർ പണിതീർപ്പിച്ച കാവാണ് ഇന്ന് കോക്കാട് മുച്ചിലോട്ട് കാവായിട്ട് അറിയപ്പെടുന്നത്.
മുച്ചിലോട്ട് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവന്ന ആ അമ്മയെ സാക്ഷാൽ അച്ചിയമ്മയായിട്ട് മുച്ചിലോട്ടിൻ്റെ ഭണ്ണാരപ്പുരയിൽ പടിഞ്ഞാറ്റയിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നുണ്ട്. ആ സങ്കല്പത്തെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച അച്ചിയമ്മയായിട്ട് പറഞ്ഞു വരുന്നത്. പെരുങ്കളിയാട്ടത്തിന് മുമ്പ് പടിഞ്ഞാറ്റേക്ക് അകത്ത് അച്ചിയമ്മയ്ക്ക് മറയൂട്ട് എന്നൊരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി മുച്ചിലോട്ടമ്മ ആരാണെന്നും എന്താണെന്നും അറിയാത്തവർക്ക് ഞാൻ ഇതിനു മുമ്പ് 1-2 വട്ടം എൻ്റെ വീഡിയോയിൽ ഞാൻ തെയ്യത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മുച്ചിലോട്ടമ്മയുടെ ലാസ്യ നടനം കാണാം.